ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഊബർ ബുക്ക് ചെയ്യണം. അങ്ങനെ ഊബറിൽ ഞങ്ങൾ നേരെ പോയത് എച്ച് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണേ. ഒടുക്കത്തെ തണുപ്പ്, ഞാനിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു 2 ചായയെല്ലാം കുടിക്കുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ട്രെയിൻ എത്തി. ഡൽഹിയിൽ ഞങ്ങൾ ആഗ്രയിലേക്ക് പോയത് വന്ദേ ഭാരതിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് വന്ദേ ഭാരതിൽ കയറുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആഗ്രയിൽ ടെമ്പറേച്ചർ ഉണ്ടല്ലേ 13 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊന്ന് ഫ്രഷ് ആയി ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഞാൻ പൂരിയും ബാജിയും, ഹസ്ബൻഡ് ആലു പൊറോട്ടയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിലെ ബാജിയൊന്നും അല്ല ഗൈസ്, എന്തൊരു വൃത്തിയുടെ സ്മെല്ലൊക്കെ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല. ബ്രേക്ക്ഫാസ്റ്റിന് പൂരിക്കും റൊട്ടിക്കൊക്കെ തൈര് കൂട്ടുന്നത് ഞാനിവിടെ വന്നിട്ടാട്ടോ കാണുന്നത്. പക്ഷെ എന്താണെന്ന് അറിയില്ല, എനിക്ക് ആ കോമ്പിനേഷൻ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് നമ്മളെ മിനി താജിലേക്കാണ്. എന്ത് ഭംഗിയല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയത് കാണാൻ. താജ്മഹൽ കണ്ടിട്ടില്ലാത്ത ഞാൻ ദൂരെ നിന്ന് ഇത് കണ്ടപ്പോൾ ഇതല്ലേ താജ്മഹൽ എന്ന് ഒരു തവണ ഒന്ന് തെറ്റിദ്ധരിച്ചു പോയി. അടുത്ത ഞങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരുന്നു താജ്മഹൽ. നമ്മൾ റീലിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ കവാടത്തിലൂടെ ഇങ്ങനെ കടന്നു വരുമ്പോൾ താജ്മഹൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന സംഭവം. ആക്ച്വലി നമ്മൾ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ എനിക്കത് കാണാൻ പറ്റിയിട്ടില്ല ഗൈസ്. ഞാൻ വെറുതെ ഒരു വീഡിയോ ഓണാക്കിയിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നോക്കുമ്പോൾ കറക്റ്റായിരുന്നു. ഈ താജ്മഹൽ കാണണമെന്നുള്ള ആഗ്രഹം തുടങ്ങിയിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാനത് എൻ്റെ ഹസ്ബൻഡിനോട് കഴിഞ്ഞ തവണ ലീവിന് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണത്തെ മണാലി ട്രിപ്പ് ആഗ്ര വഴിയാക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും എന്തൊരു ഭംഗിയാണ് കാണാമെന്നറിയോ. ഞാൻ ഒരുപാട് സമയം നോക്കി, ഞാൻ ഇതന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. യമുന നദീൻ്റെ തീരത്താണ് താജ്മഹൽ എന്നൊക്കെ സ്കൂൾ പഠിച്ചത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ഇന്ന് ഉച്ചക്കത്തെ ലഞ്ച് ഇതായിരുന്നു, പപ്സും പിന്നെ ഫാൻറ്റ പിന്നെ ഐസ്ക്രീം അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ചെങ്കോട്ട കാണാനാണ് ഗൈസ്. എന്ത് ഭംഗിയാണ് ഈ റെഡ് ഫോർട്ടൊക്കെ കാണാൻ. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചതല്ലേ. കുറേ സമയം നടന്ന് ഞാനിങ്ങനെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയാലും താജ്മഹൽ നമുക്ക് കാണാൻ പറ്റൂ കേട്ടോ. പിന്നെ ഇത്രയേ ഉള്ളൂ, ബാക്കി നാളെ.